ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. IPL-ൽ മിച്ചൽ സ്റ്റാർക്കിന് റെക്കോർഡ് വില 24,75,00,000 രൂപയ്ക്ക് കൊൽക്കത്തയിൽ. പാറ്റ് കമിൻസിനെ 20.5 കോടിക്ക് സ്വന്തമാക്കി ഹൈദരാബാദ്. സ്റ്റീവ് സ്മിത്തിനും കരുൺ നായർക്കും ആവശ്യക്കാരില്ല. ഗവർണർ സർക്കാർ പോര് തുടരുന്നു. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. ഇന്നും SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. കോവിഡ് ആശങ്ക അകലുന്നില്ല. സംസ്ഥാനത്ത് ഇന്നലെ 227 കേസുകൾ. മാസ്ക് നിർബന്ധമാക്കി കർണാടക. ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് കേന്ദ്രം. പാർലമെന്റിൽ ഇന്നും കൂട്ട സസ്പെൻഷൻ. കേരളത്തിലെ 4 MP-മാരടക്കം 49 പേർക്കെതിരെ നടപടി. സർക്കാർ ജനാധിപത്യ മര്യാദ ലംഘിക്കുകയാണെന്ന് പ്രതിപക്ഷം. ഇന്ത്യ മുന്നണി യോഗം ഡൽഹിയിൽ. പ്രതിപക്ഷത്തെ വിമർശിച്ച പ്രധാനമന്ത്രി. പ്രളയ ദുരിതത്തിൽ തെക്കൻ തമിഴ്നാട്. മരണം 9. ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷിച്ചു. കേന്ദ്ര സഹായം തേടി സ്റ്റാലിൻ ഡൽഹിയിൽ. ഭൂചലനത്തിൽ ഞെട്ടി ചൈന. മരണസംഖ്യ ഉയരുന്നു. നിരവധി പേർക്ക് പരുക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ കേസ്. വ്യാപകമായി വ്യാജ ID കാർഡ് നിർമ്മിച്ചതായി കണ്ടെത്തൽ. ശക്തമായ നടപടി വേണമെന്ന് കമ്മീഷൻ. കേസ് ഗൗരവതരമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്ന ഉന്നതതല യോഗത്തിൽ വിലയിരുത്തൽ. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത കൂട്ടണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ഐശ്വര്യ അനിൽ ചേർന്നു വിവരങ്ങളുമായി. ഐശ്വര്യ, ഇന്നലെ മാത്രം 227 കേസുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണോ വിലയിരുത്തലുള്ളത്? എൽദോ, സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്നാണ് ഉന്നതതല യോഗം വിലയിരുത്തുന്നത്. പക്ഷേ എൽദോ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 227 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാജ്യത്ത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് 288 പേർക്കാണ്. അതായത് 288 പേർക്കാണ് ആകെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 227 പേരും കേരളത്തിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. സംസ്ഥാനത്ത് ആകെ 1749 ആക്റ്റീവ് കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് ഉന്നതതല യോഗം ചേർന്നപ്പോൾ അനാവശ്യ ഭീതി വേണ്ട എന്നുള്ള വിലയിരുത്തലിലേക്ക് ആണ് യോഗം എത്തിയത്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് ജാഗ്രത കൂടുതലായി വേണ്ടത്. നിയന്ത്രണങ്ങൾ ആവശ്യം ഇല്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാസ്ക് നേരത്തെ കർശനമായിരുന്നു. അതിനുശേഷം ഈ കോവിഡ് ഒന്ന് കുറഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം നാം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ലക്ഷണങ്ങളുള്ളവർ കർശനമായി കോവിഡ് പരിശോധന നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് കേരളം. ആശങ്കപ്പെടാനില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത്, അതായത് രാജ്യത്ത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ മാസത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 85 പോസിറ്റീവ് കേസുകളും വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ശരി, ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്.
അതീവ ജാഗ്രതയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ. അതീവ ഗുരുതര സാഹചര്യമല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഗവർണർ സർക്കാർ പോര് തുടരുകയാണ്. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ല എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ ക്രമസമാധാനം ഗവർണർക്ക് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഗവർണർക്ക് നേരെ പട്ടത്ത് വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വി അരുൺ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ മോശമാവുകയാണ്. പ്രോട്ടോകോൾ ലംഘിച്ചുള്ള ഗവർണറുടെ യാത്രകളാണ് ഇപ്പോൾ സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസിനും തലവേദനയാകുന്നത്. ആദ്യം SFIയുടെ പ്രതിഷേധം കഴിഞ്ഞ 11-ന് തിരുവനന്തപുരത്തുണ്ടായപ്പോൾ ഗവർണർ നടു റോഡിലിറങ്ങി തെരുവിലിറങ്ങി SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ വിഷയമായി മാറിയിരുന്നു. ഇന്നലെ കോഴിക്കോടും സമാനമായ ഒരു പ്രകടനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസില്ലാതെ തനിക്ക് യാത്ര ചെയ്യാൻ കഴിയും, തന്നെ ജനങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് കോഴിക്കോട് ഗവർണർ തെരുവിലിറങ്ങി നടന്നത്. ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി. ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഗവർണർ ഒരു തരത്തിലും നിലപാടിന് പിന്നോട്ട് പോകില്ലെന്ന തീരുമാനത്തിലാണ് ഉള്ളത്. അദ്ദേഹം ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിന് വിമർശനങ്ങൾ ഇനിയും തുടരും. കൃത്യമായ നടപടികളിലേക്കും അദ്ദേഹം പോയി. ഇതിനിടെ ഇന്നലെ രാത്രി തലസ്ഥാനത്തെ ഗവർണർക്കെതിരെ പല സ്ഥലങ്ങളിലും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. 22 വരെ ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളും തിരുവനന്തപുരത്തിലെങ്കിലും ഇന്ന് അദ്ദേഹം രാവിലെ 11 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പല്ല് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്ക് പോയി. ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. My health is good. Thank God. ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിയിലായിരുന്നു ഗവർണർ ഇന്ന് പ്രതിഷേധ ചൂടറിഞ്ഞത്. SFI പ്രവർത്തകർ പട്ടം ജംഗ്ഷനിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. ഒരു വേള പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടി പ്രതിഷേധിക്കാനും ശ്രമിച്ചു. പോലീസ് വളരെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. ഗവർണറുടെ എല്ലാ സഞ്ചാരപാതയും അതീവ രഹസ്യമായിരിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധം നേരിടുകയാണ് ഗവർണർ. വരും ദിവസങ്ങളിൽ അത് തുടരും. ഏതായാലും രാജ്ഭവനിൽ നിന്ന് ചില നിർണായക നീക്കങ്ങളും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് സർവകലാശാല VC-ക്കെതിരെ ഗവർണർ വലിയ അതൃപ്തിയിലാണ്. സർവകലാശാല ക്യാമ്പസ് തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം, ബാനർ, അതിനപ്പുറത്തേക്ക് സെമിനാറിൽ നിന്ന് VC വിട്ടുനിന്നതും ചാൻസലർ കൂടിയ ഗവർണറെ ചൊടിപ്പിക്കുന്നു. വൈകാതെ ഈ വിഷയത്തിൽ രാജ്ഭവൻ VC-യോട് വിശദീകരണം തേടും. അദ്ദേഹത്തിന് നടപടിക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്റിനെ, രാഷ്ട്രപതിയെയും ഗവർണർ അറിയിക്കാറുണ്ട്. അതിനൊപ്പം സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി രൂക്ഷമെന്ന ഒരു വിഷയം ഗവർണറുടെ മുന്നിലുണ്ട്. മാത്രവുമല്ല സംസ്ഥാനത്തെ ക്രമസമാധാനം തകരുന്നു, ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു എന്ന ആരോപണം ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ഒരുപക്ഷെ ഗവർണർ രാഷ്ട്രപതി അറിയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഗുരുതരമായ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറും. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഗവർണർ പരിണിത പ്രജ്ഞനെന്ന് സ്പീക്കർ AN ഷംസീർ. ഗവർണർ സർക്കാർ പോര് അവസാനിക്കുമെന്ന് ശുഭപ്രതീക്ഷയാണുള്ളത്. ഇനിയൊരു തെരുവ് യുദ്ധത്തിലേക്ക് പോകരുത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനും ഗവർണർക്കുമാകുമെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളപ്പം ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർ പാലിക്കേണ്ട ഒരു ഡെക്കോറമുണ്ട്. ഇപ്പോൾ MLA നിലക്ക് ഞാൻ പ്രതികരിക്കുന്നത് പോലെ സ്പീക്കറായി എനിക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം ഞാനൊരു ഡെക്കോറം കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്കാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്.
അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അദ്ദേഹം തന്നെയാണ് ആലോചിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥികളും ഒരു ഗവർണർ പദവിയിലിരിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് നടത്തേണ്ട സ്ഥലമല്ല കേരളം. അതോടൊപ്പം തന്നെ പേഷ്യൻസ് കാണിച്ചവരെ എല്ലാത്തിലും വിജയിച്ചിട്ടുള്ളൂ. പേഷ്യൻസ് എല്ലാവരും കാണിക്കണം. അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ്. സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിന് ഗവർണർ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പങ്കെടുക്കാതിരിക്കുന്നതെന്നും VC പ്രതികരിച്ചു. അതേസമയം SFI ബാനർ അഴിച്ചുമാറ്റാത്തതിൽ VCയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടും ബാനർ. SFIയും DYFIയുമാണ് ബാനർ കെട്ടിയത്. തൃശൂർ കേരളവർമ്മ കോളേജിൽ സംഘർഷം. SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയാണ് കരിങ്കൊടി വീശിയത്. ഇവരെ ആരും തടഞ്ഞില്ല എന്നത് കൗതുകമായി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KPCCയുടെ നേതൃത്വത്തിൽ DGP ഓഫീസ് മാർച്ച് 23-ന് നടക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർക്ക് പുറമെ മുഴുവൻ UDF MP-മാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. മണ്ഡലം പ്രസിഡന്റുമാർക്ക് മുകളിലേക്കുള്ള മുഴുവൻ നേതാക്കളും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകണമെന്നാണ് KPCCയുടെ നിർദ്ദേശം. നവകേരള യാത്രയിൽ മരം വെട്ടൽ വിവാദവും. തിരുവനന്തപുരം നെടുമങ്ങാട് സത്രം ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയതിൽ BJP പ്രതിഷേധിച്ചു. വിവിധ വകുപ്പുകളുടെ അനുമതി വേണമെന്നിരിക്കെ ഇതൊന്നുമില്ലാതെ മുറിച്ചു എന്നാണ് ആരോപണം. ആലിന് മുൻപിൽ റോഡ് ഉപരോധിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. IPL-ൽ താരലേലം. IPL-ലെ ചരിത്രത്തിൽ റെക്കോർഡ് തുകയ്ക്ക് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി. 24,75,00,000 രൂപയ്ക്കാണ് സ്റ്റാർക്കിനെ കൊൽക്കത്ത സ്വന്തമാക്കിയത്. 20.5 കോടി രൂപയ്ക്കാണ് പാറ്റ് കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. 2 ഓസ്ട്രേലിയൻ താരങ്ങളാണ് IPL താരലേലത്തിൽ മുന്നിലുള്ളത്. 14 കോടി രൂപയ്ക്ക് ഡാരിൽ മിച്ചിലിനെ, ന്യൂസിലൻഡ് താരത്തെയും രജിൻ രവീന്ദ്രയെ 1,80,00,000 രൂപയ്ക്കും ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി. 11.75 കോടി രൂപയ്ക്ക് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് ടീമിലെത്തിച്ചു. ഇതുവരെ 21 താരങ്ങളുടെ ലേലമാണ് നടന്നത്. ഇതിൽ 14 പേരും വിദേശ താരങ്ങളാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ലോക്സഭയിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 49 പ്രതിപക്ഷ MP-മാരെയാണ് ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 141ആയി. ലോക്സഭയിൽ 95 അംഗങ്ങളും രാജ്യസഭയിൽ 46 അംഗങ്ങളുമാണ് സസ്പെൻഷനിൽ ഉള്ളത്. ये आपके
परंपरा है, आपकी प्रॉपर्टियां हैं, इस तरीके से सदन चलाना चाहते हैं। സഭ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരു സഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച ലോക്സഭ 12:30 പുനരാരംഭിച്ചപ്പോഴാണ് അംഗങ്ങൾക്കെതിരെ നടപടി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നിന്ന് അടൂർ പ്രകാശ്, ശശി തരൂർ, അബ്ദുൾ സമദ് സമദാനി, കെ സുധാകരൻ എന്നിവരാണ് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. श्रीमती सुप्रिया सुले, श्री सप्तगिरी उलाका, श्री अदूर നടപടിക്കെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നു. എല്ലാ ജനാധിപത്യ മര്യാദകളും സർക്കാർ ലംഘിക്കുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളും വിവിധ സമ്മേളനങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുകയും പാർലമെന്റ് നോക്കുകുത്തിയാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. നിഷ്പ്രയാസം ഗവൺമെന്റ് പരിഹരിക്കാൻ കഴിയുമായിരുന്നൊരു വിഷയത്തെ അവർ ബോധപൂർവമായി സംഘർഷഭരിതമാക്കി മാറ്റിത്തീർത്തതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം സുപ്രധാനമായിട്ടുള്ള 3 ക്രിമിനൽ നിയമങ്ങൾ, ഗുരുതരമായ അപാകതകളും വീഴ്ചകളുമുള്ള 3 നിയമങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കാനുള്ള നീക്കം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തെ കുഴിച്ചുമൂടുന്ന, കുരുതി കൊടുക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതിന് ലോക്സഭാ സ്പീക്കർ കൂട്ടുനിൽക്കുകയാണ്. ഞങ്ങള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ന്യായമായ ആവശ്യമാണ് ഉന്നയിച്ചത്. ലോക്സഭയിൽ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സഭയിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്നുള്ളതാണ്. അത് സ്പീക്കറുടെ മാത്രം അധികാര പരിധിയിൽ വരുന്ന ഒന്നല്ല പാർലമെന്റിൽ സംഭവിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ 17ാം ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ 100-ലധികം പാർലമെന്റ് മെമ്പർമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ സസ്പെൻഷൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഹീനമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിക്ക് അമിത്ഷായ്ക്കും തീരെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അവർ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം അഡോപ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. രാവിലെ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചു. പാർലമെന്റ് അതിക്രമത്തെ ചില പാർട്ടികൾ പിന്തുണയ്ക്കുന്നതായി മോദി പറഞ്ഞു. ഇന്ത്യ മുന്നണി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കുന്നതിനാണ് യോഗം. സീറ്റ് വിഭജനത്തിന് പുറമെ മറ്റ് പ്രധാന വിഷയങ്ങളിലും ചർച്ചയുണ്ട്. പാർലമെന്റ് അതിക്രമവും പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷന്റെയും പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. തമിഴ്നാട്ടിലെ പ്രളയക്കെടുതിയിൽ 9 മരണം. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുകയാണ്. ട്രാക്ക് മുങ്ങിപ്പോയതിനെ തുടർന്ന് ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ 150 ട്രെയിൻ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാസ്ക് നിർബന്ധമാക്കി കർണാടക. 60 വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് മാസ്ക് നിർബന്ധമാക്കിയത്. അതിർത്തി ജില്ലകളിൽ നിരീക്ഷണവും ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവ് പറഞ്ഞു. കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ വ്യാപക കരിങ്കൊടി പ്രതിഷേധം. ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലടിച്ചു. വടി ഉപയോഗിച്ചായിരുന്നു തമ്മിൽ തല്ല്. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു.
യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു. സംസ്ഥാനത്തൊട്ടാകെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ശുപാർശയുണ്ട്. നിലവിലെ അന്വേഷണ സംഘമാണ് ശുപാർശ ചെയ്തത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത് കാസർഗോഡാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി അറിയിച്ചിരുന്നു. ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതിന് ശേഷമാണ് മ്യൂസിയം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ആ പരാതിന്മേലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ആ പശ്ചാത്തലത്തിൽ മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആ തിരിച്ചറിയൽ കാർഡുകൾ, വ്യാജമായി നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡുകൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നടപടികളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കാനുള്ളത് ഇനി ഒരു കാര്യം മാത്രമാണ്. നിലവിൽ ഈ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 5 പേർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത തുടരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നും തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്ന കേസ് ഗൗരവതരമെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയിലാണ് നടപടി. ഹർജി ഹൈക്കോടതി ജനുവരി ആദ്യവാരം വീണ്ടും പരിഗണിക്കും. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നില്ല എന്നുമാണ് ഹർജിക്കാരന്റെ ആക്ഷേപം. തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചില്ല. യഥാർത്ഥ പ്രതികളെ ഇതുവരെ പിടികൂടിയില്ല. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണം ഉടൻ CBIക്ക് വിടണമെന്നുമാണ് ജുവൈസ് മുഹമ്മദിന്റെ ഹർജിയിലെ ആക്ഷേപം. റബ്ബർ വിലയുടെ പേരിൽ വീണ്ടും രാഷ്ട്രീയം കൊഴുക്കുകയാണ്. ആർച്ച് ബിഷപ്പ് പംപ്ലാനിക്ക് പിന്നാലെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപ ആക്കണം എന്ന ആവശ്യവുമായി പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് രംഗത്തെത്തി. കർഷകരോട് പിള്ള കളിച്ചാൽ പലതും മാറ്റിമറിക്കേണ്ടി വരും. കർഷകരെ വേണ്ട പോലെ പരിഗണിക്കുന്നതാണ് ഭരണരംഗത്തുള്ളവർക്ക് നല്ലതെന്നും പാലാ ബിഷപ്പ് പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി കോട്ടയത്തെ രാഷ്ട്രീയ സംഘടനകൾ ഉന്നയിച്ചതാണ്. കഴിഞ്ഞ ദിവസം പാലായിൽ നവകേരള സദസ്സ് എത്തിയപ്പോൾ കോട്ടയം MP തോമസ് ചാഴികാടനും ഇതേ ആവശ്യം ഉന്നയിച്ചെങ്കിലും അന്ന് മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ പറഞ്ഞതിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇതേ ആവശ്യവും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ജാതി ഭേദമന്യേ എല്ലാവരും ഈ ആവശ്യത്തിനായി ഒരുമിച്ച് രംഗത്തിറങ്ങണം എന്ന ആഹ്വാനമാണ് ജോസഫ് കല്ലറങ്ങാട്ട് നൽകുന്നത്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് റബ്ബറിന് 250 രൂപയെങ്കിലും കിലോയ്ക്ക് ലഭിക്കണം. അതിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ അതിലെ വർഗ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏകസ്വരത്തിൽ നമുക്കത് സർക്കാരിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കണം. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. കർഷകരെ പിള്ള കളിച്ചാൽ പലതും മാറ്റിമറിക്കേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കർഷകരെ വേണ്ട പോലെ പരിഗണിക്കുന്നതാണ് ഭരണരംഗത്ത് നല്ലത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അപ്പം തരുന്നവനാണ് അപ്പൻ എന്നൊരു അർത്ഥവാക്യമുണ്ട്. അപ്പം തരുന്നത് കർഷകരാണ്. കർഷകരാണ് അപ്പന്മാര്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പന്മാരോട് പിള്ള കളിച്ചാൽ കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കേണ്ടി വരും. അതുകൊണ്ട് ഭരണരംഗത്തുള്ളവരും തലപ്പത്ത് നിൽക്കുന്നവരും അപ്പം നൽകുന്ന അപ്പന്മാരെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലതാണ്.
സംസ്ഥാന വ്യാപകമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ബിജു പറയനിലം നേതൃത്വം നൽകുന്ന ഒരു യാത്ര നടക്കുന്നുണ്ട്. അതിജീവന യാത്ര ഈ കർഷകർക്ക് വേണ്ടി എന്ന നിലയിലാണ്. അതായത് ഈ മൃഗശല്യം, വന്യമൃഗശല്യം, ഒപ്പം തന്നെ കാർഷിക വിളകൾക്ക് വേണ്ട പണം ഈടാക്കുക, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ യാത്ര നടക്കുന്നത്. ഈ യാത്രയുടെ സ്വീകരണ വേദിയിലായിരുന്നു പാലാ ബിഷപ്പ് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ സഭാ നേതൃത്വം കൂടി ഇക്കാര്യത്തിൽ ശക്തമായി രംഗത്ത് വരികയാണ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് വേറിട്ട കാഴ്ചകൾ പലതുണ്ട്. ഒടുവിൽ കണ്ടു അമ്മമാരുടെ ഒരു കൂട്ടായ്മയെ. അവർക്ക് പറയാൻ സ്വന്തമായിട്ടൊരു ഹ്രസ്വ ചരിത്രവുമുണ്ട്. നാലമ്മമാർ അയ്യനെ തൊഴാൻ തുടരെ 7ാം വർഷം. ഞങ്ങളും 7 പേര് ഒരുമിച്ച് 7 വർഷം കൊണ്ട് വരുന്നു. കഴിഞ്ഞ 6 വർഷവും 7 പേർ ഒരുമിച്ചായിരുന്നു. ഇത്തവണ 3 പേർ പല കാരണങ്ങളാൽ ഒഴിവായി. ഒരാൾക്ക് ഒരു മരണമായിപ്പോയി, പിന്നെ ഒരാൾ വന്നില്ല. പിന്നെ ബാക്കി ഞങ്ങൾ 4 പേരും, എൻ്റെ മരുമകളുടെ അമ്മയും ഇന്ന് എൻ്റെ മോനും വന്നു, മോനും കുഞ്ഞും വന്നു. അവര് 3 പേരും മുമ്പിലില്ല, തിരക്കില് മുമ്പേ പോയി. ഇത്രയും ദുരിതം ഇതാദ്യം. പക്ഷേ ക്ഷീണം അറിഞ്ഞതേയില്ല. നിന്ന് കാര്യം കൈയും കടത്തുന്നുള്ളതേ ഉള്ളൂ. പാവം ശബരിമലയിലെ പോലീസുകാർ. സത്യമാണ്, നമുക്കും അവരെ പോലുള്ള മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അവർക്ക് എന്തോ കൊടുത്താൽ മതിയാവും. അടുത്ത തവണയും ഒന്നിച്ചു മല കയറി തൊഴുതിറങ്ങണമെന്നാണ് ഇവർക്കാഗ്രഹം. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18 ശബരിമല. ഇനി ഇന്നത്തെ സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5710, പവന് 45,680, വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് അപ്ഡേറ്റ്സോടെ പൂർണ്ണമാകും. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്ക്